നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് കുറേ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കാണുമായിരിക്കും ചെമ്പരത്തി. അപ്പം നമ്മൾ ആദ്യമേ ചെമ്പരത്തിയുടെ ഇല പറിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഹെയർ കെയറിന് ഏറ്റവും നല്ലൊരു ടിപ്സാണിത്. നമ്മൾ ഡെയിലി വീക്ക്ലി ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ ഹെയറിൽ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ മുടി നല്ലതായിട്ട് വളരുകയും ചെയ്യും. നമ്മുടെ മുടിയിലെ താരനും പേനും ഒക്കെ മാറി നല്ല മുടി വളരാനായിട്ട് നമ്മളിത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ കറ്റാർ വാഴപ്പോള നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ നമ്മൾ ബക്കറ്റിനകത്ത് കുറേ കറ്റാർ വാഴ നട്ടിരുന്നു. അതിപ്പോൾ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കറ്റാർ വാഴയും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 സൈഡിലെ ആ മുള്ളു പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ചെത്തിക്കളയണം കേട്ടോ. അതിലൊരു മഞ്ഞ കറയുണ്ട്, അത് വെള്ളത്തിനകത്ത് ഇട്ടാലും അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ താഴ്ത്തി പിടിച്ചാൽ ആ കറ അങ്ങ് പോകും കേട്ടോ, അല്ലെങ്കിൽ അത് ചൊറിയും നമുക്ക്. അപ്പം ഇതുപോലെ 2 സൈഡും നന്നായിട്ട് ചെത്തി കൊടുക്കണേ. പിന്നെ ഇത് മുടിക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഇതിൻ്റെ ഈ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ചിലർക്ക് അലർജി പോലെ ചൊറിച്ചിലുണ്ടാവും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ തുളസിയാണ് കേട്ടോ. തുളസിയുടെ കുറച്ചില ഇതുപോലെ പറിച്ചെടുക്കണം. അപ്പം നമ്മുടെ താളി അരയ്ക്കുമ്പോൾ കറ്റാർ വാഴ, തുളസി, പിന്നെ ചെമ്പരത്തീൻ്റെ ഇല, പൂവല്ല ചെമ്പരത്തിയുടെ ഇല, ഇതെല്ലാം കൂടി ഇട്ടാണ് നമ്മൾ ഈ താളി ഉണ്ടാക്കുന്നത്. അപ്പോൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ളവരുടെ വീടുകളിലൊക്കെ ഇതൊക്കെ സർവ്വസാധാരണമായി കാണുന്ന ചെടികൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് കൊച്ചുള്ളി. അത് മുടിക്ക് വളരെ നല്ല ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഈ കൊച്ചുള്ളിയും കൂടെ നമ്മളൊരു 3-4-5 പീസ് കൊച്ചുള്ളി നമ്മൾ ഇതുപോലെ പൊളിച്ച് നമ്മുടെ താളിക്കകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് നമ്മുടെ ജാറിനകത്തേക്ക് നമ്മൾ ഇതെല്ലാം സെറ്റാക്കി എടുക്കണം. അപ്പം തളിരിലയാണെങ്കിൽ നല്ലതായിരിക്കും ഇല കേട്ടോ. അപ്പോൾ നമുക്ക് തളിരില നമ്മൾ പിന്നെ സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയ ഇലയൊക്കെ നിങ്ങൾ പറിക്കുകയായിരുന്നു. അപ്പോൾ തളിരിലയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ ചെമ്പരത്തി ഇല, നമ്മുടെ കറ്റാർ വാഴയുടെ തണ്ട്, അത് നമ്മൾ കറ്റാർ വാഴ മുള്ള് കളഞ്ഞിട്ടെടുത്ത് ആ തണ്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ കുഞ്ഞ് പിച്ചാത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊന്നും കളയണമെന്നില്ല, നമ്മൾ തലയിൽ തേക്കാനല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് കളയണമെന്നില്ല. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് മിക്സിയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ വേണേ. അപ്പോൾ അത് നന്നായിട്ട് അരയുന്ന പരുവം നമുക്കറിയാമല്ലോ. നന്നായിട്ട് അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് അത് മാറ്റണം കേട്ടോ. നന്നായിട്ട് അരച്ചതിന് ശേഷം വെള്ളം കുറവാണോ നോക്കണം. തിക്കായിട്ട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളതൊന്ന് അരച്ചെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നന്നായിട്ട് അരയണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് നോക്കാം എങ്ങനെയാണ് അരഞ്ഞ് കിട്ടിയെന്നുള്ളത്. ഇത് നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ മിക്സിയിലൊന്നും അല്ലായിരുന്നു, കല്ലേലിട്ട് വേറൊരു കല്ലെടുത്തിട്ട് അരകല്ലെ ചമ്മന്തി അരയ്ക്കുന്ന പോലെ താളി ഇങ്ങനെ കല്ലേൽ അരച്ചെടുത്തിട്ട് അതെടുത്ത് തലയിൽ തേക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരു ഈസി ആയിട്ട് നമുക്ക് ഇതല്ലേ കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഇതാകുമ്പോൾ നന്നായിട്ട് അരഞ്ഞും കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ മിക്സി ജാറിൽ അരയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ആ പാത്രത്തിലൊക്കെ സെറ്റാക്കി. ഇനി ഞങ്ങളിത് താളി ഇടാൻ പോകുന്നത് ആറ്റിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകെ വലിയൊരു ആറുണ്ട്. അപ്പോൾ നമ്മൾ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ പോവാണ്. ആറ്റിൽ പോയിട്ട് ഞങ്ങൾ താളിയിട്ട് കുളിക്കാമെന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിൽ പോവാണ് കേട്ടോ. നല്ല നട്ടുച്ച സമയമാണ്, ഭയങ്കര വെയിലാണ്. ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പക്ഷേങ്കിൽ അടിപൊളിയാണ് ആറ്റിൽ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ. പക്ഷെ തിരിച്ച് കയറി വരുന്നത് ഭയങ്കര കയറ്റം. താഴോട്ട് ഇറങ്ങി പോകുന്ന പോലെയല്ല, താഴേക്ക് ഇറങ്ങി പോകാൻ സുഖമാണ്, കാരണം ഇങ്ങനെ കുത്തനെ ഇറക്കമാണ്. പക്ഷെ തിരിച്ച് കയറി വരുമ്പോഴോ നല്ലൊരു കയറ്റം. അപ്പോൾ ആ കുളിച്ച എഫക്റ്റ് അങ്ങ് പോകും, പിന്നെ ഒടുക്കത്തെ വിശപ്പുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആറ് കണ്ടോ. ഇത് നമ്മുടെ പറമ്പാണ്. ആറ് കണ്ടില്ലേ. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിരിക്കുകയാണ്. വെള്ളമുള്ള സമയത്ത് നല്ല വെള്ളമായിരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് അക്കരയൊക്കെ കടക്കാനായിട്ട് പറ്റും. പാറയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടുന്ന് അക്കരയ്ക്കൊക്കെ പോകാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കുളിക്കടവാണിത്. അപ്പോൾ നമ്മളിവിടെയാണ് തുണിയൊക്കെ വെച്ചിട്ട് തുണിയൊക്കെ അലക്കി കുളിച്ച്
ഒരു അരമണിക്കൂറൊക്കെ എപ്പോഴും ആറ്റിലായിരിക്കും. അപ്പോൾ എന്താണ്ട് മുടിയൊക്കെ സെറ്റാക്കി താളിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരച്ച താളി ഇതാണ് ഒരു പണി. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പോലെ ഇരിക്കും തലയിൽ. എല്ലാ സ്ഥലത്തും നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചുമ്മാ വാരി പൊത്തി വെക്കുകയല്ല, നമ്മൾ നന്നായിട്ട് ഇത് എന്താ പറയേണ്ടത്, മസാജ് ചെയ്ത് കൊടുക്കണം ഹെയർ. നമ്മൾ വിരലിട്ട് തന്നെ അത് ചൊറിഞ്ഞിളക്കുകയും അതിനകത്ത് നന്നായിട്ട് ഓരോ വകുപ്പെടുത്ത് അതിനകത്ത് തേച്ച് പിടിപ്പിക്കണം. കുറച്ച് സമയമെടുക്കും, കുറച്ച് കഷ്ടപ്പാടാണ്. നമ്മൾ ഇത്ര അരച്ചിട്ട് നമ്മൾ ചുമ്മാ തേച്ചിട്ട് തല കഴുകുകയല്ല, തലയിൽ തേച്ചിട്ടൊരു ഒരു 10 മിനിറ്റ് 15 മിനിറ്റെങ്കിലും ഹെയറിൽ വെക്കണം. പിന്നെ താളിക്ക് നല്ല തണുപ്പാണ്, ചിലവർക്കത് ജലദോഷമൊക്കെ ഉണ്ടാവാൻ കാരണമാകും. അപ്പം അങ്ങനെയുള്ളവർ പെട്ടെന്ന് എന്നാലൊരു 10 മിനിറ്റൊക്കെ വെച്ചിട്ട്, അല്ലാത്തവർക്ക് ഒരു അരമണിക്കൂർ, ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ വെക്കും തേച്ച് വെച്ചിട്ട്. ജോലിയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഇതിപ്പോൾ തേച്ച് വെച്ചാൽ ഞങ്ങൾ അലക്കൊക്കെ കഴിഞ്ഞ് കഥയൊക്കെ പറഞ്ഞു വരുമ്പോഴേ ഒരു 10-15 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും കഴുകുന്നത് കേട്ടോ. അപ്പോൾ വേറൊരാളെ കൊണ്ട് തലയിൽ തേപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പുറകെ വശത്താണെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും നന്നായിട്ട് എത്തുന്ന പോലെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇപ്പോൾ അവളുടെ തലയിൽ ഒരുവിധം എല്ലായിടത്തും നമ്മുടെ താളിയായിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും കൂടി തേച്ച് ഹെയർ ഫുള്ള് താളിയാക്കുകയാണ്. എന്നിട്ട് മുടിയുടെ അറ്റത്തും മുടിയിലും എല്ലാം നമ്മളങ്ങ് തേക്കും കേട്ടോ. അപ്പോൾ നോക്കിയേ, നല്ല തെളിഞ്ഞ വെള്ളം കണ്ടില്ലയോ? വെയിൽ കണ്ടില്ലേ? വെള്ളത്തിൽ നോക്കുമ്പോൾ കണ്ടില്ലേ സൂര്യൻ്റെ വെട്ടം അടിക്കുന്നത്? എന്തോ വെയിലെന്ന് പറഞ്ഞാൽ ചൂടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെയാണ്ട് അവളുടെ ഹെയറിൽ ഒരുവിധം എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ദാണ്ട് ഈ നട്ടുച്ച വെയിലത്ത് ഇരിക്കുന്നത്. ഈ സമയത്തൊക്കെയാണ് പൊതുവേ ഞങ്ങൾ വരാറ്. അപ്പോൾ പിന്നെ നമ്മുടെ ആ ഹെയർ കെയർ റൊട്ടീൻ എന്നാൽ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ ഓർത്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം ദാണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ ഇരിക്കുകയാണ് കുട്ടി. ഇവളുടെ പേര് പൊന്നു എന്നാണ് കേട്ടോ, മറ്റേത് ചക്കര, പൊന്നു ചക്കര. അവർ ചേച്ചിയും അനിയത്തിയാണ് കേട്ടോ. അപ്പം എൻ്റെ നാത്തൂനാണ് അവളുടെ തലയിൽ താളി ഇട്ട് കൊടുക്കുന്നത്. അവളുടെ പേര് വൈഷ്ണവി എന്നാണ്, അവളെ മുത്തെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മുടെ താളിയെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനിയും ഇത് നമ്മൾ വട്ടത്തിൽ കെട്ടി വെക്കും. താളി മൊത്തം ഇട്ടിട്ട് കുറച്ച് നേരം വട്ടത്തിൽ കെട്ടി വെച്ചിട്ട് നമ്മൾ എത്ര പറയണ്ടേ, ഒരു അരമണിക്കൂർ ഇല്ല, ഒരു 10-15 മിനിറ്റ് അത്രയും നേരം ഇരിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് ഹെയറെല്ലാം കെട്ടി വെച്ചു. ഓക്കെ, സെറ്റ്. അപ്പോൾ നോക്ക്, നമ്മളുടെ താളിയെല്ലാം ഇട്ട് മുടിയെല്ലാം കഴുകി ഇതാണ്ട് ഷാമ്പു ഇട്ട പോലെ മുടിയെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം മുടിയിൽ താരനുണ്ടെങ്കിലും പേനുണ്ടെങ്കിലും ഒക്കെ പോകാൻ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും ഇത് നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.